ഈശ്വര ശക്തിയിൽ വിശ്വസിക്കുന്ന ഏതൊരാളുടെയും ലൈഫിൽ ഈശ്വര ശക്തിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് കേട്ടിട്ടില്ലേ? നമുക്കറിയാം, ഭൂമിയിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള ഒരു ജേർണിയാണല്ലേ ട്വിൻ ഫ്ലെയിം ജേർണി. ഇതൊരു മാജിക്കൽ ജേർണി ആണെന്ന് പലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഡിയേഴ്സ്? ഞാൻ പറയുന്നത് ശരിയാണോ? നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത എത്ര കാര്യങ്ങളാണ് ഈ ജേർണിയിലൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതല്ലേ? DM-നെ മീറ്റ് ചെയ്യുന്നതിനു മുൻപേ വിധിയെ പഴിച്ച് തകർന്നൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയങ്ങളിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇത്രയും കരുതലും സ്നേഹവും തരുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുമെന്ന്? അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ മതിമറന്ന് ജീവിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ DM നിങ്ങളെ വിട്ട് പോകുമെന്ന്? എന്നേക്കും വിട്ടുപോയെന്ന് നിങ്ങൾ കരുതിയ ആ ആൾ പെട്ടെന്നൊരു ദിവസം വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചോ? ഒരു നൊസ്റ്റാൾജിയ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. പണ്ടൊക്കെ വീട്ടിൽ കറണ്ട് പോയിട്ട് വീണ്ടും വരുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ? വീണ്ടും പോകുമ്പോഴോ കറണ്ട് വീണ്ടും പോകുമ്പോഴോ അതുപോലെയാണ് DM-ൻ്റെയും ബർത്ത് പോക്ക് അല്ലേ? DM-ൻ്റെ വരവിന് ശേഷം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുറേ കഴിവുകളൊക്കെ ഉണരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സമയത്ത് നിർത്തിവെച്ചിരുന്ന കഴിവുകൾ വീണ്ടും നിങ്ങൾ തുടങ്ങുന്നു. നിങ്ങൾ വരയ്ക്കുന്നു, പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, ക്രാഫ്റ്റ് ചെയ്യുന്നു, അങ്ങനെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് നിങ്ങൾ മുന്നേ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുമെന്ന്? പണ്ടത്തെ പോലെയാണോ നിങ്ങളിപ്പോൾ? നിങ്ങൾ ബോൾഡായില്ലേ? മൈൻഡ് സ്ട്രോങ് ആയില്ലേ ഡിയേഴ്സ്? ഇപ്പോഴത്തെ പിള്ളേർക്ക് TF ജേർണിയെ പറ്റി എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊക്കെ അറിയാം. സോ അവർക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. ഇതിനെപ്പറ്റി ഒരു അറിവുമില്ലാതെ ഈ ജേർണി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക്, അതായത് അവർ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഈ ജേർണി നടക്കുന്നത് എന്ന് മനസ്സിലായിട്ടുള്ളവർക്ക് ഈ ജേർണി ഒരു മാജിക്കൽ ജേർണി തന്നെയാണ് എന്നേ തോന്നുള്ളൂ. അതായത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ജീവിതയാത്ര, അത്ഭുതയാത്ര അല്ലേ? നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിവൈൻ ഗോഡിനോട് നന്ദി പറയും അല്ലേ? അതുപോലെ ഡിവൈനോട് നമ്മുടെ ഒരു വിശ്വാസം കൂടുകയാണല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മളിലുള്ള ദൈവികതയുടെ ആ ഒരു പവർ, ശക്തി, അത് കാരണമാണ് ലൈഫിൽ ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു DF തനിക്ക് ലഭിച്ച ഈ ജേർണി ഒരു മാജിക്കൽ ജേർണി ആണെന്ന് മനസ്സിലാക്കുന്നത് വഴി ഉണ്ടാകുന്ന പ്രയോജനം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഡിവൈനോട് ഇതുവരെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ ആഴത്തിൽ വിശ്വാസം ഉടലെടുക്കുന്നു. അതുപോലെ ഡിവൈനോടുള്ള കണക്ഷനും ടച്ചും കൂടുന്നു. അതുപോലെ ഡിവൈനോട് എപ്പോഴും നന്ദിയുള്ളവളും ആകുന്നു. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.